അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉമ്മമാരെ, വാപ്പമാരെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുമ്മൽ ഹംദുലില്ലാ. എത്ര അള്ളാഹുവിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല. പരിശുദ്ധമായ പരിപാവനമായ റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഒരു പ്രാവശ്യം കൂടി നമ്മളിലേക്ക് തന്നിരിക്കുകയാണ്. 40 വയസ്സായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു റമളാനും കൂടി അള്ളാഹു തന്നു. നിങ്ങളുടെ വയസ്സ് 40 വയസ്സ് പ്രായമുള്ള എത്രയോ ആളുകളാണ് കഴിഞ്ഞ മാസം മരണപ്പെട്ടത്, അതിൻ്റെ മുമ്പത്തെ മാസം മരണപ്പെട്ടത്. 50 വയസ്സുള്ളവരെ, നിങ്ങളുടെ ഇതേ പ്രായമുള്ള എത്രയോ ആളുകളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. റമളാൻ എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടുപോയ എത്രയോ 50 വയസ്സുകാരുണ്ട്. അപ്പോൾ ഓരോ വയസ്സുകാരും അള്ളാഹുവിനോട് പ്രത്യേകമായി ശുക്ർ പറയണം. കാരണം അള്ളാഹുവെ, എൻ്റെ പ്രായത്തിലുള്ള പലരും ഖബറിലേക്ക് പോയി, എന്നാൽ എനിക്ക് ഈ ദുന്യാവിൽ ജീവിക്കാനും മാത്രമല്ല ഒരു റമളാനിനെ സ്വീകരിക്കാനും അള്ളാഹുവെ നീ എനിക്ക് തൗഫീക്ക് തന്നല്ലോ അല്ലാ. ഒരു മനുഷ്യൻ അവൻ റമളാനിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു, മറ്റൊരാൾ സ്വീകരിക്കാതെ അവൻ മരണപ്പെട്ടു പോയാൽ ഈ റമളാൻ ജീവിതത്തിൽ കിട്ടിയ ആളും ഈ റമളാൻ ജീവിതത്തിൽ കിട്ടാതെ പോയ ആളും തമ്മിലുള്ള വ്യത്യാസം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശഭൂമികൾക്കിടയിലുള്ള ആ ഒരു വ്യത്യാസം പോലെയാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള ആ ഒരു ദൂരം പോലെയാണ് റമളാൻ ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് വന്നില്ല, അതിനു മുമ്പ് അയാൾ മരണപ്പെട്ടു പോയാൽ അവർക്കിടയിലുള്ള അന്തരം എന്താണ്? ആകാശഭൂമികൾക്കിടയിലുള്ള ആ ഒരു ദൂരം പോലെയാണെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ മുമ്പ് 2 ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് 2 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. 2 സഹോദരന്മാരാണ്. ഒരേ ദിവസം അവർ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വന്നു. നബിതങ്ങൾ അവർക്ക് കലിമ പറഞ്ഞു കൊടുത്തു. 2 പേരും ഷഹാദത്ത് പറഞ്ഞു. പിന്നീട് അവർ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു. 2 പേർക്കും ഒരേ വയസ്സാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ജീവിച്ചു. ഒരാൾ ഇതിൻ്റെ ഇടയിൽ ജിഹാദിന് പോയി, ധർമ്മസമരത്തിന് പോയി. ആ ജിഹാദ് ചെയ്ത് അയാൾ അവിടെ വെച്ച് ഷഹീദായി. ആ 2 പേരിൽ ഒരാൾ ഷഹീദായി. മറ്റേയാൾ, ഇയാൾ മരണപ്പെട്ട് 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് സ്വാഭാവികമായി പനിയോ അതുപോലത്തെ ഒരു അസുഖം വന്ന് കിടന്ന കിടപ്പിൽ മരണപ്പെടുന്നത്. ഈ 2 ആളുകളെയും 2 സഹോദരന്മാരെയും മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുമ്പോൾ ഈ ജിഹാദ് ചെയ്ത് ഷഹീദായ, ധർമ്മസമരം ചെയ്ത് ഷഹീദായ സഹോദരൻ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് സ്വാഭാവിക മരണം സംഭവിച്ച ആ സ്വഹാബിയാണ് സ്വർഗത്തിൽ കടക്കുന്നത്. നബിയോട് വന്ന് ഒരു ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു, നബിയെ, ഞങ്ങൾ ചെയ്യുന്ന ഈ ധർമ്മസമരത്തിന്, ഈ ജിഹാദിനൊക്കെ പ്രതിഫലം കുറവാണോ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? ആ സമയത്ത് ഈ സംഭവം പറഞ്ഞു കൊടുത്തു. 2 സഹോദരന്മാരുണ്ടായല്ലോ, ഒരാൾ ജിഹാദ് ചെയ്തു മരണപ്പെട്ടു, ഒരാൾ സ്വാഭാവിക മരണമാണ് സംഭവിച്ചത്. ഈ ജിഹാദ് ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആള് സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സ്വർഗത്തിൽ കടന്നത് ആ സാധാരണ മരണം സംഭവിച്ച ആൾക്കാണ്. അപ്പം നബി തങ്ങൾ ചോദിച്ചു, ഈ സാധാരണ മരണം സംഭവിച്ച ആൾ ആ മറ്റേ ഷഹീദായ ആളേക്കാൾ റമളാനുകളെ സ്വീകരിച്ചിട്ടുണ്ടോ? നബിയെ, ഉണ്ട്. ഒരു റമളാനിനെ അദ്ദേഹം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു റമളാൻ അദ്ദേഹത്തിന് കിട്ടി എങ്കിൽ അതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, റമളാൻ ജീവിതത്തിലേക്ക് വരിക, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അത് ഭയങ്കര സന്തോഷമാണ്. സന്തോഷമാവണം. കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടത്തിൽ റമളാൻ നോമ്പ് പിടിക്കാനും ഇഫ്താറിനും അതുപോലെ തറാവീഹ് നിസ്കരിക്കാനും ഇഅ്തികാഫ് ഇരിക്കാനും ഒക്കെ നമ്മുടെ കൂടെ പള്ളിയിലും വീട്ടിലും കവലയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാർ ഇന്ന് പലരും ഖബറിലാണ്. നമുക്ക് അല്ലാഹു തആല ഒരു റമളാനിനെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം തന്നു. അതുകൊണ്ട് മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും നോമ്പുകാരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ നോമ്പിനെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, റമളാനിൽ പിടിക്കുന്ന നോമ്പിലൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു അതെല്ലാം പുറത്തു തന്നു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാൻ ആക്കല്ലേ അല്ലാ എന്ന് നല്ലവണ്ണം നമ്മൾ ദുആരക്കണം. ഈ നോമ്പ് പിടിക്കാൻ പറ്റാത്ത വാപ്പമാരുണ്ടാകും, ഈ രോഗങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്യമായിട്ടൊന്നും ഭക്ഷണം കഴിക്കരുത്. ഇനി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഗുളി കഴിക്കണമെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് രഹസ്യമായിട്ടത് ചെയ്യൂ. കാരണം നോമ്പുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, മുൻകാലങ്ങളിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ മജൂസിയാണ്, അതായത് തീയിനെ ആരാധിക്കുന്ന ആളാണ്. ആ മനുഷ്യൻ, അപ്പോൾ അയാളുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് പരിശുദ്ധമായ റമദാൻ മാസമായപ്പോൾ ഈ മജൂസിയായ മനുഷ്യനും അയാളുടെ ചെറിയ മകൻ, ഒരു 6-7 വയസ്സുള്ളൂ, ചെറിയ കുട്ടിയുമായിട്ട് ചന്തയിലേക്ക് പോയി കുറച്ച് സാധനം വാങ്ങാൻ. അങ്ങനെ പോയ സമയത്ത് സാധനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു ചെറിയ പഴം,
ആ പഴം ഈ കൊച്ചുകുട്ടി അവ കടയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. കഴിക്കുന്ന സമയത്ത് ഈ പിതാവ് കണ്ടു, ഈ മജൂസിയായ മനുഷ്യൻ കണ്ടു, ആ കുട്ടിയുടെ വായിൽ കൈയിട്ട് അത് പുറത്തേക്കെടുത്തിട്ട് ആ കുട്ടിയെ ശകാരിച്ചു, മോനെ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കാരണം ഇവിടെ മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നോമ്പാണ്, അതുകൊണ്ട് നീ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് ആ കുട്ടിയോട് ഈ പിതാവ് പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ അത്രേ ഉള്ളൂ, അത്ര സംഭവിച്ചു. എന്നിട്ട് ഈ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മജൂസിയായ മനുഷ്യൻ മരണപ്പെട്ടു. അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഈ മജൂസിയായ മനുഷ്യനെ സ്വപ്നം കൊണ്ട് നോക്കുമ്പോൾ ഇയാൾ സ്വർഗത്തിലാണെന്നാണ്, ഭയങ്കര സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ കഴിയുന്നു. അപ്പോൾ അയാളോട് സംസാരിച്ചു എന്നാണ്, എന്തുപറ്റി നിങ്ങളെന്താണ് ഈ മുസ്ലിം ഒന്നും ആയിരുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്കൊരു സന്തോഷം, എന്താണ് നിങ്ങളെന്താ സ്വർഗത്തിലാണോ? ആ സമയത്ത് ആ മജൂസിയായ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, അല്ലാഹു തആല ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് കലിമ പറയാനുള്ള അവസരം അല്ലാഹു തന്നു, ഞാൻ മുസ്ലിമായിട്ടാണ് മരണപ്പെട്ടത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഒരൊറ്റ കാരണമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ നന്മയൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല, പക്ഷേ ഒരു റമദാനിൻ്റെ പകലിൽ എൻ്റെ മകൻ പരസ്യമായി ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ അവനെ ശാസിച്ചു, അവൻ്റെ വായിൽ നിന്നും കഴിച്ച ഭക്ഷണം അത് മാറ്റിക്കളഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നു. അതുകൊണ്ട് നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ പകലിൽ നോമ്പ് പിടിക്കാൻ പറ്റാത്ത വാപ്പമാരും ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രഹസ്യമായിട്ടായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്, പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെയോ മാത്രമല്ല നോമ്പുകാരെ പോലെ കഴിയുക. അതോടൊപ്പം തന്നെ ഈ റമദാനിൽ പിടിക്കാൻ പറ്റാത്ത നോമ്പ് റമദാനിന് ശേഷം നിങ്ങൾ ഖളാ വീട്ടുകയും ചെയ്യുക, മറന്നുപോവണ്ട. പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാ ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരികയാണ്. ധാരാളമായി നമ്മൾ റഹ്മത്തിനെ ചോദിക്കേണ്ട സമയം കൂടിയാണ്. അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദുആ എൻ്റെ ഉമ്മച്ചിമാരെ നിങ്ങൾ മറക്കാതെ പറയണേ, വാപ്പമാരെ മറക്കാതെ പറയണേ. അപ്പോൾ റമദാനിൻ്റെ ആദ്യത്തെ 10, റമദാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു ദിക്ർ പറയും. ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലേ, നമ്മൾ പറയാറില്ലേ, ആരാധനക്കർഹൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുവേ, ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്, വിട്ടുപുറത്ത് മാപ്പ് തരണയല്ല. അല്ലാഹുവേ, സ്വർഗപ്രവേശനം തരണയല്ല, നരകമോചനം തരണയല്ല. ഇതാണ് ആ ദിക്റിന്റെ അർത്ഥം. ആയിഷ ബീവി ചോദിച്ചു, നബിയെ, റമളാൻ മാസം വരുമ്പോൾ ഞാൻ എന്താണ് നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ഇത് പറയണം ആയിഷ. ഏത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. റമദാനിൻ്റെ 1-30. പിന്നെയോ ആദ്യത്തെ 10 നമ്മളുള്ളത്. അള്ളാഹിൻ്റെ കരുണ ചോദിക്കണേ. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ നമുക്കൊന്നും പറ്റൂല, അല്ലേ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം, അത് പിടിച്ചു വാങ്ങണം. അതിന് അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ. എല്ലാ നമസ്കാരത്തിന് ശേഷം കുറഞ്ഞതൊരു 3 വട്ടമെങ്കിലും പറയണേ. എല്ലാ ദിവസവും ആവർത്തിച്ചത് പറയണേ. പിന്നെയോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. റമളാനിൽ ഒരു മനുഷ്യൻ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പ്രതിഫലമാണ്. അപ്പോൾ ഇതുപോലുള്ള ദിക്റുകൾ പറയുമ്പോൾ നമുക്ക് 70ഉം 700ഉം വട്ടമൊക്കെ നമ്മൾ ഈ ദിക്ർ പറഞ്ഞതിൻ്റെ പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ, നമ്മൾ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് നോമ്പ് തുറയുടെ, ഇന്നിപ്പോൾ ആദ്യത്തെ നോമ്പാണ്, അല്ലേ? ഈ ഇന്നത്തെ നോമ്പ് തുറക്ക് മുമ്പ് ഒരു 6:30 ബാങ്കെങ്കിൽ, പല സമയത്തും പല നാടുകളിലും വ്യത്യാസമുണ്ട്, 6:35 അല്ലെങ്കിൽ 6:25 ഏതുമാവട്ടെ, ആ ഒരു 6:15 തന്നെ നമ്മൾ ഈ ദിക്ർ ഇങ്ങനെ പറയാൻ തുടങ്ങണേ. അതിനു മുമ്പ് പറയാൻ പറ്റിയാൽ ഖൈറാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് കേട്ട് നമ്മുടെ മക്കൾ പറയട്ടെ, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർ പറയട്ടെ. ഇത് പറഞ്ഞിട്ട് നമ്മൾ ദുആ, നമ്മുടെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ടൈമിൽ ഒരു 1-2 മിനിറ്റ് ഉള്ളപ്പോൾ നല്ലവണ്ണം ദുആരക്ക്, അല്ലാഹുവേ പടച്ചവനെ, അത് ദ്വാരക്കണമെങ്കിൽ മുസല്ല വിരിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത്, അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ, അല്ലെങ്കിൽ ഹോളിലാണെങ്കിൽ ഹോളിൽ, അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ദ്വാരക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണയല്ല, ഇന്നത്തെ നോമ്പ് നീ സ്വീകരിക്കണയല്ല. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതി തുടങ്ങി, ഖത്മുൽ ഖുർആൻ ഓതി തുടങ്ങി, നീ കബൂലാക്കണയല്ല. നല്ലവണ്ണം ദ്വാരക്കുക. റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈമും വേസ്റ്റ് ആക്കാനില്ല. ചില സഹോദരിമാരും
ചില സഹോദരങ്ങളൊക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എന്താ ചെയ്യുന്നത്, അത്താഴത്തിനെഴുന്നേറ്റ് അത്താഴം കഴിച്ചിട്ട് വെറുതെ ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ കിടക്കും. ഇബ്ലീസ് ആ സമയത്ത് വന്നിട്ട് നമുക്കൊരു ഭയങ്കര സുഖമിട്ട് തരും. അങ്ങനെ കിടന്ന് പരിശുദ്ധമായ സുബഹി നമസ്കാരം നമ്മൾ ഖളാ ആക്കിയിട്ട് ഇങ്ങനെ കിടന്നിട്ട് ചിലപ്പോൾ രാവിലെ 10 മണി 11 മണി ചിലപ്പോൾ ളുഹർ ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേക്കുക. ഉമ്മമാർ കുറവായിരിക്കാൻ ചില പുരുഷന്മാരങ്ങനെ ചെയ്യാറുണ്ട്, ചില മക്കളങ്ങനെ ചെയ്യാറുണ്ട്. ഒരിക്കലും ചെയ്യരുതേ. നിങ്ങൾ എന്ത് ചെയ്യണം? സുബഹി നമസ്കാരം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞിട്ട് കിടക്കരുത്. അത്താഴം കഴിഞ്ഞ് കിടന്നാൽ പിന്നെ നല്ല സുഖമായിരിക്കും, ഉറങ്ങിപ്പോകും. അത്താഴം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നമസ്കരിക്കണേ. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം കൃത്യമാക്കണേ. ഒരു തഹജ്ജുദ് നമസ്കാരം ഉൾപ്പെടെ ഈ റമളാനിൽ ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചാൽ അതൊരു ഫർള് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. ഒരു റക്അത്ത് റമളാനിൽ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു നമസ്കാരം നിസ്കരിച്ചാൽ അവനിക്ക് അല്ലാഹു 1000 റക്അത്തുകൾ നിസ്കരിച്ചത് പോലത്തെ പ്രതിഫലം തരുമെന്നൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണേ. അത് കഴിഞ്ഞ് നല്ലവണ്ണം ദുആ രക്കണേ. അത്താഴത്തിന്റെ സമയത്ത് ചെയ്യുന്ന ദുആ, പ്രത്യേകിച്ച് അത്താഴം കഴിഞ്ഞിട്ട് അത്താഴത്തിന് എഴുന്നേൽക്കുക, എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണമെങ്കിലും കഴിക്കുക. എന്നിട്ടോ അവിടെ നമ്മൾ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ പറയുക. അത്താഴത്തിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ പറയുന്നവരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുകയും അള്ളാഹു അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റാൽ പിന്നെ തഹജ്ജുദ് നമസ്കരിക്കുക, ദുആ രക്കുക, സുബഹി ബാങ്ക്, പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക, ഉമ്മമാർ ആ ജോലിയൊക്കെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നല്ല രൂപത്തിൽ വീണ്ടും ഒന്നുവെടുത്തിട്ട് അതാ നിസ്കാരപ്പായിലേക്ക് പോയിരുന്ന് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലുക. അങ്ങനെ സുബഹി ബാങ്ക് വിളിക്കുന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടാകും, നല്ല ഉറക്കക്ഷീണം. ഒന്ന് കിടന്നാൽ മതി ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥയായിരിക്കും. കിടക്കരുത്, കിടന്നാൽ സുബഹി പോകും. എന്നിട്ടോ അവിടെ ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കും. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുക, സുബഹി നമസ്കാരം കൃത്യമാക്കി നിസ്കരിക്കുക. എന്നിട്ട് ഒരല്പം പറ്റുമെങ്കിൽ ഖുർആൻ ഓതുക. ഓതിയാൽ ഖൈറാണ്. ഓതിയിട്ട് ആ സൂര്യ അസ്തമയമുണ്ടല്ലോ, ആ അസ്തമയം കഴിഞ്ഞിട്ട് കിടക്കാവൂ എന്നാണ്. പലരൊക്കെ വിചാരിച്ചിട്ടുള്ളത് റമളാനിൽ തറാവീഹ് നിസ്കരിക്കുന്നത് പോലെ, റമളാനിൽ ഖത്തം ഓതുന്നത് പോലെ, റമളാനിൽ നോമ്പ് തുറപ്പിക്കുന്നത് പോലെ റമളാനിൽ സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങാനും പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഒരിക്കലും അങ്ങനെയില്ല. നമുക്ക് സ്വാഭാവികമാണ് രാത്രിയൊക്കെ നമസ്കരിച്ചിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ ക്ഷീണമുണ്ടാകും, ആയിക്കോട്ടെ. പക്ഷെ ആ ഉറങ്ങുന്ന ടൈം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് 5:30 ബാങ്കാണെങ്കിൽ ഇപ്പോൾ 6 മണി 6:20 6:25 ആകുമ്പോൾ ഉദയമാകും, സൂര്യൻ ഉദിക്കുന്നു. ആ ഉദയത്തിന് ശേഷമായിരിക്കണം ഉറങ്ങേണ്ടത് എന്നാണ്. അതുവരെ ഒന്ന് പിടിച്ചേക്കുക. കാരണം അല്ലെങ്കിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. എല്ലാവരും ശ്രദ്ധിക്കണം, ഉസ്താദുമാരുൾപ്പെടെ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം പറഞ്ഞു വന്നത്. അത്താഴത്തിൻ്റെ സമയം നമ്മൾ ശ്രദ്ധിക്കണേ. അതുപോലെ തഹജ്ജുദ് നിസ്കാരം കൃത്യമാക്കണേ. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ 1 ഫർളിൻ്റെ കൂലിയാണ്, 1 ഫർള് നമസ്കരിച്ചാൽ 70 ഫർളിൻ്റെ കൂലിയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രം. പക്ഷെ അള്ളാഹുവാണ് പ്രതിഫലം തരുന്നത്. അവൻ ഇരട്ടിയായി തരും. തറാവീഹ് നമസ്കാരം പലരൊക്കെ അശ്രദ്ധമാക്കി കളഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നമസ്കാരങ്ങൾ ഇനിയൊക്കെ കൃത്യമാക്കുക. തറാവീഹ് നമസ്കാരം കൃത്യമാക്കുക. അതിൻ്റെ വ്യക്തമായ രൂപവും കോലമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത് അതും കൂടി നിസ്കരിച്ചിട്ടേ തറാവീഹ് നിസ്കരിക്കാവൂ. കാരണം തറാവീഹിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരത്തിന്. എന്തായാലും ഉമ്മമാർ ഒരിക്കലും മറക്കാൻ പാടില്ല, തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നാളത്തെ നോമ്പിൻ്റെ നീയത്ത് ഇന്ന് തന്നെ വെക്കാൻ മറക്കണ്ട. പലരൊക്കെ ഇന്നത്തെ നോമ്പിൻ്റെ ചിലപ്പോൾ നീയത്തൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. നീയത്ത് മറന്നുപോയാൽ, നീയത്ത് വെക്കാതെ പോയാൽ പിന്നെ അന്നത്തെ നോമ്പ് അവനിക്ക് കിട്ടൂല. നോമ്പുകാരെ പോലെ കഴിഞ്ഞിട്ട് പിന്നീട് റമളാനൊക്കെ കഴിയുമ്പോൾ ഈ നോമ്പ് നമ്മൾ വീണ്ടും മടക്കി പിടിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? തലേ രാത്രി തന്നെ നമ്മൾ നോമ്പിൻ്റെ നീയത്ത് മറന്നു പോവണ്ട. എങ്ങനെയാണ് നോമ്പിൻ്റെ നീയത്ത് വെക്കേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. ഇതാണ് നോമ്പിൻ്റെ നിയ്യത്ത്. പല നാടുകളിലും ചിലപ്പോൾ വ്യത്യാസത്തിൽ പറയാറുണ്ടാകും.
ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ നാടുകളിൽ ഈ വർഷത്തെ അദാ ആയ ഫർദായ എന്നാണ്. ചില നാടുകളിൽ ഇക്കൊല്ലത്തെ അദാ ആയ ഫർദ, അങ്ങനെ ഈ വാക്കുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ വരും. അതൊന്നും കുഴപ്പമില്ല. നെയ്യത്ത് മനസ്സിൽ കരുതി നമ്മൾ എന്ത് ചെയ്യുക, നാവ് കൊണ്ട് പറയുക മാത്രമല്ല, മനസ്സിലുണ്ടാവണം കേട്ടോ. നാളത്തെ നോമ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ പിടിക്കും എന്നുള്ള ആ ഒരു നെയ്യത്ത് മനസ്സിലുണ്ടാവണം. അല്ലാതെ വെറുതെ നാവ് കൊണ്ട് പറയൽ മാത്രമല്ല. ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നോമ്പ് തുറയിലേക്ക് നമുക്ക് വരാം. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാലും നോമ്പ് മുറിക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത്. നോമ്പ് മുറിക്കേണ്ടത് ഒന്നുകിൽ ഈത്തപ്പഴം കൊണ്ടോ കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പച്ച സാധാരണ വെള്ളം കുടിച്ചുകൊണ്ടോ ആണ്. അല്ലാതെ പാൽച്ചായ അല്ല ആദ്യം കുടിക്കേണ്ടത്, നാരങ്ങ വെള്ളമല്ല ആദ്യം കുടിക്കേണ്ടത്, അതുപോലെ സമൂസ കഴിച്ചല്ല നോമ്പ് തുറക്കേണ്ടത്. അതൊക്കെ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുട്ട് റമദാന എന്ന് ചോദിക്കുന്നവരാണ്. അതുകൊണ്ട് കഴിച്ചോ, അതൊക്കെ മിതമായി കഴിക്കുക. ചായ, ജ്യൂസ്, നാരങ്ങാ വെള്ളം ഒക്കെ കുടിക്കുന്നത് കൊള്ളാം. അതിലുള്ള പഞ്ചസാരയുടെ അളവൊന്ന് കുറക്കണേ. ഭയങ്കര പഞ്ചസാര ഇട്ടിങ്ങനെ കലക്കി കൊടുക്കരുതേ, അത് ശരീരത്തിന് ഭയങ്കര കേടാണ്. ഡോക്ടർമാരെല്ലാം ഇന്നതിനെ എതിർക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പ് പിടിക്കുന്നവരെ 13 മണിക്കൂറാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ നോമ്പ്. ആ 13 മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ആ ഭയങ്കര ആ ഷുഗർ കൂടിയ പാനീയം നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ വേഗത്തിൽ കരളിന് പ്രശ്നമുണ്ടാകും, വൃക്കക്ക് പ്രശ്നമുണ്ടാകും, നമുക്ക് ഭയങ്കരമായ പ്രമേഹം കൂടും, ഷുഗർ കൂടും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ദുആകളുണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാം. എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു ബിസ്മി പറയാൻ മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. ഇത് നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആയാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു. അല്ലാഹു, നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാനിതാ നോമ്പ് തുറക്കുകയാണ്. അത് കഴിഞ്ഞ് മറ്റൊരു ദുആയുണ്ട്. ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ ദുആയുമുണ്ട്. അറിയാവുമെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ ഈ ഒരു ദുആ തന്നെ പറഞ്ഞാൽ മതി. ഏത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അപ്പോൾ ഈ ഒരു ദുആകളൊക്കെ പറയണേ. പിന്നെയോ മഗ്‌രിബ് നമസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഏതായാലും നോമ്പൊക്കെ തുറന്നിട്ട് മഗ്‌രിബ് നമസ്കാരമല്ലേ, ഇനിയും സമയമുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ച് നല്ലപോലെ ബിരിയാണി മന്തിയൊക്കെ അടിച്ചടിച്ചടിച്ച് അവസാനം വയറിങ്ങനെ വീർത്ത് അല്ലോ എങ്ങനെയെങ്കിലും നിസ്കരിക്കണം, എങ്ങനെയെങ്കിലും ഒരു നിസ്കാരമാക്കി കൂട്ടുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു നോമ്പ് തുറന്നിട്ട് എന്ത് ചെയ്യുക, പോയി നിസ്കരിച്ചിട്ട് ആ നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ, ആ മഗ്‌രിബ് നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ഭയങ്കര വിശപ്പും അല്ലെ, ഭക്ഷണം കഴിക്കണം. അത് ആ സമയത്തുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ചില സമയങ്ങൾ അല്ലാഹു നോക്കിയിരിക്കും, ആരാടാ എന്നോട് ദ്വാരക്കുന്നത്, ആ ദുആ നമ്മൾ ചെയ്താലുണ്ടല്ലോ മസ്റ്റാണ്, സ്വീകരിക്കുമെന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയല്ലേ അല്ലേ, പരീക്ഷകൾ പലതും കഴിഞ്ഞു, ഉന്നതമായ വിജയം കിട്ടണം മക്കൾക്ക്, എല്ലാവിധ ഖൈറുണ്ടാവണം, മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം. ഇന്ന് ലഹരിയുടെ കാലമാണ് അല്ലേ. ലഹരിയുടെ കാലം എന്ന് പറഞ്ഞാൽ ഈ നഖം ഉണ്ടല്ലോ, നഖത്തിൻ്റെ ഇടയിലാണ് ലഹരി മരുന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്. ലഹരി മരുന്ന് വലിയ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 5 കിലോ കഞ്ചാവ് ചുമന്നുകൊണ്ടല്ല ഇന്നത്തെ ആളുകൾ നടക്കുന്നത്, മറിച്ച് ഈ നഖത്തിൻ്റെ ഇടയിൽ 2 പഞ്ചസാരയുടെ വലിപ്പത്തിലുള്ള ലഹരി മരുന്നാണ്. അതെങ്ങാനും വയറ്റിലേക്ക് ചെന്നാൽ 48 മണിക്കൂർ ഇങ്ങനെ ക്ലിക്കായി കിടക്കും. 48 മണിക്കൂർ അവിടേക്ക് പിന്നെ ബോധം ഉണ്ടാവില്ല. ആ 2 പഞ്ചസാരയുടെ വലിപ്പമുള്ള MDMA എന്ന് പറയും, അള്ളാഹു കാത്തിനെ ചെയ്യട്ടെ, മുടിയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെക്കും, ഈ ചെവിയുടെ പുറകിൽ ഒളിപ്പിച്ചു വെക്കും. അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ വളരെ എളുപ്പമുള്ള ഒരുപാട് ലഹരി മരുന്നുകൾ ഇന്ന് നമുക്ക് വ്യാപകമായി കിട്ടും. ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിലൊക്കെ ചില മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ആ 2 പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള ആ ലഹരി മരുന്ന് ഉള്ളിലേക്ക് വെച്ചാൽ പിന്നെ അനക്കൂല, പിന്നെ ആടൂല, കണ്ണ് ചുമക്കൂല, അങ്ങനത്തെ അവസ്ഥയുണ്ട്. റമളാൻ അള്ളാഹുവെ കാത്തുരക്ഷിക്കട്ടെ. റമളാനിൽ വാപ്പിച്ചി ഉമ്മച്ചി ഞാൻ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്കെന്ന് പറഞ്ഞ് പോകുന്ന പല മക്കളും പള്ളിയിലേക്ക് പോകുന്നില്ല. പലരും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ലഹരി മാഫിയകൾ കടിമയായി പോയ പല ചരിത്രവും പല സംഭവങ്ങളും കഴിഞ്ഞ റമളാനിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി അതുണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ വാപ്പമാരോട് പറയാം,
പറയാനുള്ളത്, ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമാക്കണേ. റമദാൻ തുടങ്ങി, ഇനിയെങ്കിലും നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ റമദാൻ എനിക്ക് ഇൻഷാ അല്ലാഹ് എൻ്റെ പടച്ചോനുമായിട്ട് എനിക്ക് കൂടുതൽ അടുക്കണം. 11 മാസം വല്ലപ്പോഴൊക്കെയാണ് നിസ്കരിച്ചത്, ഇനിയില്ല, പറ്റൂല, എനിക്ക് കൃത്യമായി നിസ്കരിക്കണം. കൃത്യമായിട്ടുള്ള നിസ്കാരം വാപ്പമാരെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ, സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമാക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഈ റമദാനിൻ്റെ ഓരോ ദിവസവും പറയേണ്ട ദിക്റുകൾ ഉണ്ടല്ലോ, ആ ദിക്റുകൾ അധികരിപ്പിക്കണേ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാൻ അല്ലാഹുവേ സ്വലാത്ത് ധാരാളമായി ചൊല്ലണേ. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാമല്ലോ. ഒരു സ്വലാത്ത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും പറഞ്ഞു തരട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? അല്ലേ, നമ്മളൊക്കെ എന്തിനാ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നതൊക്കെ എന്തിനാ? സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാ. ഈ റമദാൻ മാസം എന്തിനാ? സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാൻ ഈ ഒരു സ്വലാത്ത്, ആ ഉന്നതമായ പദവി എങ്ങനെ കിട്ടും? അത് ആ ഉന്നതമായ പദവിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പദവിയിൽ ഇരിക്കാൻ, വലിയ സ്ഥാനത്തിരിക്കാൻ ഈ ഒരു വാചകം, ഇതൊരു സ്വലാത്താണ്, ഇതൊരു ദുആയാണ്. മഹാന്മാര് സ്ഥിരമായി ചൊല്ലിയതാണ്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഇതൊക്കെ നമ്മൾ നോക്കി കാണാതെ പഠിക്കണമെന്നില്ല. ഞാൻ പതിയെ പറഞ്ഞു തരാം. ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ. വാപ്പമാരും ഉമ്മമാരും ഇതൊന്ന് പറയണേ. ഒരു വട്ടമെങ്കിലും ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ നേട്ടമാണ്. ഏതാണത്? അല്ലാഹുമ്മ, സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ. നമ്മൾ ഈ ഒരു ദുആ ബാങ്കിന് ശേഷം പറയുന്നൊരു ദുആയാണ്. ദുആ മൊത്തം പറയുന്നില്ല, അതിൻ്റെ ചില വാക്കുകളാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ. അല്ലാഹുവേ, പരിപൂർണമായ ദുആഇൻ്റെ വരാനിരിക്കുന്ന നമസ്കാരത്തിൻ്റെ രക്ഷിതാവേ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ. അത് കഴിഞ്ഞോ, സൊല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വർള അന്നീ റിളൻ ലാ സുഖ്ത ബഅദഹു. ഇതാണ് ഇതൊരു സ്വലാത്താണ്, ഇതൊരു ദുആയാണ്. ഏത് ഗണത്തിലും പെടുത്താൻ പറ്റും. സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ പറ്റുമെന്നല്ല, സ്വർഗത്തിൽ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉന്നതമായ പദവി അലങ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുമെന്നാണ്. അല്ലേ, നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം, നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഒറ്റക്ക് പോകുന്നതാണോ, നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിഷ്ടമുള്ള ആളോടൊപ്പം പോകുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചോദ്യമാണ്. നമുക്കിഷ്ടമുള്ള ഒരു സ്ഥലം, ഇപ്പോൾ മക്കത്ത് പോകുന്നു, നമ്മൾ ഉംറക്ക് പോകുന്നു, നമ്മൾ ഇഷ്ടമുള്ള സ്ഥലമാണ്, അവിടെ നമ്മൾ ഒറ്റക്ക് പോകുന്നതാണോ, അതോ നമ്മുടെ ഭാര്യയെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ മക്കത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഭാര്യയുടെ കൂടെ പോകുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമുക്ക് നമ്മുടെ ഭാര്യയുടെ കൂടെ പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാപ്പാടൊപ്പം പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാടൊപ്പം പോകുന്നതാണ്. അല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് കടക്കൽ ഇഷ്ടമാണ്. ആ സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. അത് ഈ റമദാൻ നമുക്ക് നേടിയെടുക്കണം. എങ്ങനെ? പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ പറഞ്ഞോ ഈ ദിക്ർ, ഈ ഒരു ദുആ, ഈ ഒരു സ്വലാത്ത് ഒരു വട്ടമെങ്കിലും പറഞ്ഞോ. എങ്ങനെ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വർള അന്നീ. അങ്ങനെ വർള അന്നീ റിളൻ ലാ സുഖ്ത ബഅദഹു. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. കൂടാതെ ഇനി ഒരിക്കലും നിന്റെ കോപമുണ്ടാകാത്ത വിധത്തിലുള്ള തൃപ്തി നീ തരണേ അല്ലാ. നിന്റെ കോപം ഞങ്ങൾക്ക് വേണ്ട, നിന്റെ തൃപ്തി മാത്രം ഞങ്ങൾക്ക് മതി. ഈ റമദാനിൽ നിന്റെ കോപം വേണ്ട, നിന്റെ കരുണയും നിന്റെ മഗ്ഫിറത്തും നിന്റെ സ്വർഗപ്രവേശനം ഞങ്ങൾക്ക് മതി, നിന്റെ അഫു മതി അല്ലാഹുവേ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഭയങ്കര എഫക്റ്റീവായ ഒരു സ്വലാത്താണ്, ഒരു ദുആയാണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വർള അന്നീ റിളൻ ലാ സുഖ്ത ബഅദഹു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നോക്കി നിങ്ങൾക്കൊരു വട്ടം പറഞ്ഞാൽ മതി. മനസ്സറിഞ്ഞു പറ.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ റമളാൻ അല്ലാഹുവേ അനുകൂലമാക്കി തരണേ അല്ലാ. റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന തറാവീഹ് നിസ്കാരം, ഞങ്ങളുടെ നോമ്പ് തുറ, ഇഫ്താറുകൾ, ഞങ്ങളുടെ അത്താഴം, ഞങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം, അല്ലാഹുവേ മറ്റ് ഫർളായ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ ഖത്തുമുൽ ഖുർആൻ, അൽഹംദുലില്ലാഹ് പല ഉമ്മമാരൊക്കെ ഇന്നലെ തൊട്ടേ ഖത്തമൊക്കെ ഓതാൻ തുടങ്ങി. പലരും 3 ഖത്തമെങ്കിലും ഉസ്താദ് എനിക്ക് മിനിമം തീർക്കണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഓതി തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. അപ്പോൾ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ നമ്മൾ നടത്തേണ്ട ഒരു മാസമാണിത്, ഒരു ദിവസമാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായ ഒരു കാര്യം പറയട്ടെ. പരിശുദ്ധ റമളാൻ, ഈ റമളാൻ ഇപ്പൊ നമ്മളിലേക്ക് വന്നു അല്ലെ? റമളാനിന്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. ഇനി വേഗത്തിലായിരിക്കും റമളാൻ പോവുക. നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, വേഗത്തിൽ റമളാൻ പോകും. എങ്ങനെയാണ് റമളാൻ നമ്മളിൽ നിന്ന് പോയതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഉള്ള സമയമെല്ലാം പാഴാക്കാതെ നമ്മൾ പരമാവധി ഈ ഒരു റമളാനിനെ ഉപയോഗിക്കും. കാരണം അടുത്ത റമളാൻ അല്ലാഹു അലം, ഞാനുണ്ടോ നിങ്ങളുണ്ടോ ഒരു എത്തും പിടിയുമില്ല. ഒരു എത്തുപിടിയുണ്ടല്ലോ, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇനി അടുത്ത റമളാനിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും രോഗികളായി പോയാൽ പിന്നെ തീർന്നില്ല. അതുകൊണ്ട് ഈ റമളാൻ ഒരു സമയം പോലും നമുക്ക് പാഴാക്കാനില്ല. പ്രത്യേകിച്ച് മൊബൈലിന്റെ കാലമാണ്. പണ്ടൊക്കെ TV ആയിരുന്നു അല്ലെ? TV കാണാൻ പാടില്ല, TV ഉള്ള വീട്ടിൽ ശൈത്താൻ ഇറങ്ങും എന്നൊക്കെ പണ്ടുള്ള ഉസ്താദുമാർ പറയാനുള്ള കാരണം എന്തെന്നാ, ആ TV കൊണ്ടുപോയി വെച്ചാൽ ശൈത്താൻ അവിടെ വരും എന്നല്ല അതിന്റെ അർത്ഥം. ഇന്നിപ്പോൾ പലരും ഉസ്താദുമാരെ കളിയാക്കാറുണ്ട്. ഉസ്താദുമാരൊക്കെ വീട്ടിൽ TV ഉണ്ടല്ലോ, പണ്ട് TV ഉള്ള വീട്ടിൽ ശൈത്താൻ പെട്ടി എന്നൊക്കെ പറഞ്ഞ കളി. ഞാനൊന്ന് പറയട്ടെ, ഈ വീട്ടിൽ TV വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന മോശപ്പെട്ട പരിപാടികൾ, സിനിമ, സീരിയൽ അത് കാണാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ TV കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഇപ്പൊ TV വെച്ചു, അത് നമുക്ക് മക്കയിലുള്ള ലൈവ് ഇട്ട് നമ്മൾ കണ്ടു, അതിനിപ്പോൾ എന്താ പ്രശ്നം? അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ പല ഉമ്മമാരും സഹോദരിമാരൊക്കെ മൊബൈലിലല്ല ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ നേരെ യൂട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ടിവിയിലൂടെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്. അതിനിപ്പോൾ എന്താ പ്രശ്നമില്ല. ഇപ്പോൾ പലരൊക്കെ കളിയാക്കുന്നു, പണ്ടൊക്കെ TV കാണാൻ പാടില്ലെന്ന് പറഞ്ഞ ഉസ്താദുമാർ ഇപ്പോൾ TVയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ആ പറഞ്ഞവനൊരു അല്പം ബോധവോ ബുദ്ധിയോ വേണ്ടേ? എടോ, ഉസ്താദുമാർ എന്താ ചെയ്യുന്നത്? അവിടെ പോയി അവർ സിനിമയിൽ അഭിനയിക്കുവാണോ, സീരിയൽ അഭിനയിക്കുവാണോ? അല്ലല്ലോ. പറഞ്ഞു വന്നത് റമളാൻ നമുക്ക് പരമാവധി യൂസ് ചെയ്യുക, എല്ലാ സമയം യൂസ് ചെയ്യുക. അതിന് റമളാൻ ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ റീൽസ് കാണുന്നതിന് കുഴപ്പമുണ്ടോ? അല്ലെ? റീൽസ് കാണുന്നതിന്, സിനിമ കാണാതിരുന്നാൽ പോരെ, റീൽസ് കാണാൻ കുറച്ച് കോമഡി പരിപാടികൾ കണ്ടെന്നും പറഞ്ഞിപ്പോൾ നോമ്പ് മുറിയോ? നോമ്പ് ആത്മീയമായ നോമ്പ് മുറിയും. നമുക്ക് നോമ്പ് ആത്മീയമായിട്ടും പ്രതിഫലം കിട്ടണം, ശാരീരികമായിട്ടും പ്രതിഫലം കിട്ടണം. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതിരുന്നാൽ ശാരീരികമായ നോമ്പായി. പക്ഷെ യഥാർത്ഥ നോമ്പിന്റെ അന്തസത്ത കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കാണുന്ന കാഴ്ചകളൊക്കെ കുറക്കുക. നമ്മൾ നല്ല ക്ലാസ്സുകൾ കേൾക്കുക, ദീനിയായ കാര്യങ്ങൾ കേൾക്കുക, അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. പലരും ഇപ്പോഴും ഈ റമളാനിന്റെ ആ ഒരു ചൈതന്യത്തിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചത്, ഉസ്താദ് എന്നായിരിക്കും നോമ്പ്? ഞാൻ പറഞ്ഞു, അത് ഒന്നെങ്കിൽ ബുധനാഴ്ചയായിരിക്കും, അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കും. അല്ല ഉസ്താദെ, ബുധനാഴ്ച ശഅബാൻ 30 അല്ലേ ആകൂ, 31 വരെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വ്യാഴാഴ്ച നോമ്പ് തുടങ്ങൂല്ല, വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ നോമ്പ്. അതായത് അദ്ദേഹമൊക്കെ എന്താണ്, ഈ അറബി മാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസത്തെ പോലെ 31 വരെയൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ അറബി മാസം 29 30 ഉണ്ടാകൂ എന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധമായ ദീനുമായിട്ട് കൂടുതൽ അടുക്കുക. പലർക്കും ദീനിയായ കാര്യങ്ങളൊന്നും വലിയ ബോധം കിട്ടുന്നില്ല. നിസ്കരിക്കാനൊക്കെ വെറുതെ അറിയാം, പക്ഷെ പലപ്പോഴും നിസ്കാരത്തിൽ നിന്നും പല ചിന്തകൾ വന്നു പോവുകയാണ്. ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നിസ്കാരം കൃത്യമാക്കണം, എൻ്റെ ഖുർആൻ പാരായണമൊക്കെ ഒന്ന് കൃത്യമാക്കണം, എൻ്റെ ദിക്ർ ഔറാദുകളൊന്ന് കൃത്യമാക്കണം, എൻ്റെ സ്വതക്ക കർമ്മങ്ങൾ, സ്വതക്ക, സക്കാത്ത് അതൊക്കെ ഉണ്ട് കേട്ടോ. റമളാൻ റിലീഫ് പ്രവർത്തനങ്ങൾ, നല്ല സംസാരം, നാവ് കൊണ്ട് നമ്മൾ മോശത്തരമൊന്നും പറയരുത്. പറഞ്ഞാൽ നോമ്പ് നഷ്ടമാകും, ഫസാദാകും. പരമാവധി ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് ഒക്കെ പറയുക. അതോടൊപ്പം തന്നെ പറയട്ടെ, ഈ തറാവീഹ് നമസ്കാരത്തിന്റെ ഇടയിലൊക്കെ കണ്ടുവരുന്ന ഒരു ചില പെണ്ണുങ്ങളുമുണ്ട്, ചില ആണുങ്ങളാണ് കൂടുതൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ ചെറുപ്പക്കാർ ഓരോ 2 റക്അത്ത് തറാവീഹിന്റെ ഇടയിലും ഫോൺ എടുത്ത് നോക്കുന്ന, ആരൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ 2020 ലോകകപ്പ് നടക്കുകയാണ്, ആരാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്, എത്ര വിക്കറ്റ് എടുത്തു, ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. നമസ്കാരത്തിന്റെ സമയത്ത് ആ ഒരു ചിന്ത, മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. കുറച്ച് സമയമുള്ളത് നിസ്കരിക്കുന്നു, അതൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റമളാൻ നമുക്ക് അനുകൂലമായി കിട്ടണം. റമളാൻ ഇന്നു മുതൽ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഏകദേശം പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം അള്ളാഹു നൽകട്ടെ. ദുആരക്കാൻ ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ്. ഒരുപാട് പേർക്ക് സംശയങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നിസ്കാരമാണല്ലോ, പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നത്. ഉസ്താദേ, അതിൻ്റെ നീയത്ത് എങ്ങനെയാണ്, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം എങ്ങനെയാണ് കൃത്യമാക്കുക, അപ്പോൾ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്, ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമാണോ, പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ, അതുപോലെ തന്നെ ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഖളാ വീട്ടാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ തറാവീഹ് നമസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതേണ്ട കാര്യമുണ്ടോ, തുടക്കം വജ്ജഹത്ത് ഓതണോ, പിന്നെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, പിന്നെ ഈ തറാവീഹിന് ശേഷം പ്രത്യേകം ദുആ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ തറാവീഹ് നമസ്കാരത്തെപ്പറ്റി മാത്രമല്ല വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക.